ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു പ്ലാന്റാണ്. വാൻഡ്രിങ് ജൂ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. പേരിൻ്റെ ഭംഗി പോലെ തന്നെ നല്ല കളർഫുള്ളായ ഒരു പ്ലാന്റാണിത്. പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെയാവണം ലോകത്തെവിടെയും നമുക്ക് ഈ പ്ലാന്റ് കാണാം. പരിചരണം അധികം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് ഈസിയായി ഇത് വെച്ച് പിടിപ്പിക്കാം. നല്ല ഭംഗിയായി എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവണമെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് ഷെയ്ഡിങ് പ്ലേസിൽ വയ്ക്കാം. അതല്ല, നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്താണെങ്കിൽ ഇത്ര ഭംഗിയായി വളരില്ല. ഡയറക്റ്റായി വെയിലത്താണ് കിടക്കുന്നതെങ്കിൽ ഇതിന് ഇത്ര ബ്യൂട്ടി ഉണ്ടായിരിക്കില്ല. ഫുൾ പർപ്പിൾ കളറായിരിക്കും അതിൻ്റെ ലീഫിനൊക്കെ. എന്നാൽ ഷെയ്ഡിലാണെങ്കിൽ മുകൾ വശം ലൈറ്റ് പർപ്പിൾ കളറും സിൽവർ മെറ്റാലിക് കളറുമായിരിക്കും, അടിവശം ഡാർക്ക് പർപ്പിളും. ഇൻഡയറക്റ്റായി പോലും സൂര്യപ്രകാശം ഇല്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ ഇതിൻ്റെ ലീഫിന് നല്ല പച്ച കളറായിരിക്കും. എന്നാൽ ഇതുപോലെ ഇൻഡയറക്റ്റായി വെയിൽ കിട്ടുകയും എന്നാൽ ഡയറക്റ്റായി വെയിൽ കിട്ടാത്തൊരവസരത്തിൽ ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല ഭംഗിയായി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സിൽവർ മെറ്റാലിക് കളറും പർപ്പിൾ കളറും കൂടിയുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ചെടി മെയിൻറ്റെയിൻ ചെയ്തു പോകാം. എന്നാൽ നല്ല ഡയറക്റ്റായി സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇതിൻ്റെ ലീഫ് ഭയങ്കര പർപ്പിൾ കളറായിരിക്കും. നമുക്ക് വേണമെങ്കിൽ 3 തരത്തിലും വെച്ച് പരീക്ഷിക്കാം, അല്ലെങ്കിൽ 3 കളക്ഷനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റാണ്. ഇതിൻ്റെ വേരുകൾക്ക് നല്ല നീളമുണ്ടായി, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ച വളരെ എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ. ഇതുപോലെ വേര് വന്ന ഭാഗം നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ വളരെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ച് പറയാം. ഏത് മണ്ണായാലും ഇതിന് കുഴപ്പമില്ല. നല്ല രീതിയിൽ വളരാൻ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉണ്ടെങ്കിൽ അത് 3 കൂടി മിക്സ് ചെയ്ത് പോട്ടി മിക്സ് തയ്യാറാക്കുക. ആഴ്ചയിൽ ഒരിക്കൽ പച്ച ചാണകം കുറച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി ഊറിയ ശേഷം അത് നേർമയായി ചെടിയിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതെല്ലാ ചെടികൾക്കും ഉത്തമമാണ്. നല്ല മഴക്കാലമാണെങ്കിൽ നമ്മൾ ഇടയ്ക്കുള്ള വെയിൽ കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. വെയിലുള്ള സമയത്ത് ഇതുപോലെ പുറത്തേക്കിട്ട് വെയിൽ കൊള്ളിക്കുക. അത് എന്നും ചെടി നല്ല പോലെ നിൽക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.